രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുമോ? ഇനിയും 2 ദിവസം, ശനിയും ഞായറും. അതിലൂടെയാണ് തീരുമാനം ഉരുത്തിരിയാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമോ എന്ന $1 മില്യൺ ക്വസ്റ്റ്യൻ ആലങ്കാരികമായിട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്കെല്ലാം അറിയാം, അത് കോൺഗ്രസിലെ ഒരു വടംവലിയുടെയും കോൺഗ്രസിലെ എന്താ പറയുക പവർ സ്ട്രഗിളിന്റെയും ഒക്കെ ഭാഗം കൂടിയാണ്. എല്ലാവരും നിഷേധിക്കും, അതാണ് കോൺഗ്രസിന്റെ ഒരു കൗതുകം. കോൺഗ്രസിന്റെ പ്രത്യേകത, എല്ലാവരും നിഷേധിക്കും, ആൾക്കാർ യോജിച്ചുകൊണ്ട് വിയോജിക്കും. അതൊക്കെയാണ് നമ്മുടെ കോൺഗ്രസ് പാർട്ടിയുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സണ്ണി ജോസഫ്, നമ്മുടെ KPCC പ്രസിഡന്റായ KPCC അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇതാണ്. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. ഒരു MLA സമ്മേളനങ്ങൾ അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയുമില്ല. തീരുമാനിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാം. അത് വളരെ ഇന്റലിജന്റ് ആയ ഒരു കാര്യമാണ്. അതുതന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്തയായി പലരും കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം രാഹുലിന് ഓരോ ചാനലുകൾക്കും അതിന്റെ ദേശാഭിമാനി എടുത്തു കൊടുത്തിരിക്കുന്നത് ഒരു അയോഗ്യതയും ഇല്ല എന്നാണ്. അത് സത്യമാണ്. രാഹുലിന് എന്താ അയോഗ്യത? ഒരു അയോഗ്യതയില്ല. പുള്ളിക്കെതിരെ ഒരു പരാതി പോലും വന്നിട്ടില്ല. അടുത്തത് കൈരളി ന്യൂസ് ഓൺലൈൻ. യഥാർത്ഥത്തിൽ ഇതിൽ കോൺഗ്രസിനെക്കാട്ടി താല്പര്യം CPM-നാണ് എന്ന് പലപ്പോഴും തോന്നും. ശ്രീ അടൂർ പ്രകാശ്, അദ്ദേഹം UDF കൺവീനർ കൂടെയാണ്. ശ്രീ അടൂർ പ്രകാശ് അദ്ദേഹം പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിന് സഭയിൽ പങ്കെടുക്കാം, സഭയിൽ വരുന്നത് രാഹുലിന്റെ അവകാശം എന്ന് അദ്ദേഹം പറയും. നമുക്കെല്ലാം അറിയാം, ശ്രീ VD സതീശൻജിക്ക് മറ്റൊരു സ്വരവും നിലപാടുമാണ് എന്ന്. പക്ഷെ VD സതീശൻജി അത് അങ്ങനെ പറയുന്നില്ല. KPCC പ്രസിഡന്റ് പറയട്ടെ എന്ന് പറയുന്നു. ഈ കോൺഗ്രസിന്റെ വലിയൊരു പ്രത്യേകത അതാണ്, യോജിച്ചുകൊണ്ട് വിയോജിക്കും, വിയോജിച്ചുകൊണ്ട് യോജിക്കും എന്നുള്ള സ്വരമാണ്. ഈ പൊതുജനങ്ങളുടെ പ്രക്ഷോഭം കാരണം കൂടി ആയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ MLA സ്ഥാനം രാജിവെപ്പാക്കാത്തത്. അതായത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ഇന്ന് 4 മണിക്ക് MLA സ്ഥാനം രാജിവെക്കുന്നു അല്ലെങ്കിൽ രാജിവെപ്പിച്ചു എന്നൊക്കെയുള്ള പ്രഖ്യാപനം വരുമെന്ന് പറഞ്ഞപ്പോൾ അതിശക്തമായ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിഷേധം കൊണ്ടുകൂടിയാണ് നടപടി സസ്പെൻഷനിൽ ഒരുക്കിയത്. നമുക്ക് VD സതീശൻജിയുടെ കൂടെ റെസ്പോൺസ് കേൾക്കാം. ഇല്ല, ഞങ്ങൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ അതിനെ കുറിച്ച്. കോൺഗ്രസിലെ ഒരാളും അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. നേരത്തെ പറഞ്ഞവരെല്ലാം അടൂർ പ്രകാശ് അടക്കം കോൺഗ്രസ് നേതാക്കളാണ്. പക്ഷെ അതൊരു പറച്ചിലിന്റെ രീതിയാണ്. അതായത് ഞങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല, എല്ലാം KPCC അധ്യക്ഷൻ പറയും. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇതാണ് VD സതീശൻജി കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ താല്പര്യം അങ്ങോട്ടാണ്. ഇത് ശരിയും തെറ്റൊന്നുമില്ല കേട്ടോ. VD സതീശൻജി വളരെ ബഹുമാനായ വ്യക്തിയാണ്. അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം നടത്തുന്നതൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷെ VD സതീശൻജി കൂടുതൽ സ്ട്രെസ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഗറ്റീവിലാണ്. ശ്രീ സണ്ണി ജോസഫ്, ശ്രീ അടൂർ പ്രകാശ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോസിറ്റീവിലാണ്. അദ്ദേഹത്തിന് അയോഗ്യതയില്ല, അദ്ദേഹത്തിന് പങ്കെടുക്കാം തുടങ്ങിയ കാര്യങ്ങൾ. സതീശൻജി എന്നാൽ കൂടുതൽ എംഫസിസ്. കോൺഗ്രസ് എല്ലാം ഈ സ്വരം വെച്ച് സംസാരിക്കുന്നവരാ. കാര്യം BJPക്ക് ഒരു സെന്റർ റൈറ്റ് ലീനിങ് പൊസിഷൻ പലപ്പോഴും വ്യക്തമായിട്ടുണ്ട്. CPM-ന് മറ്റൊരു സെന്റർ ലെഫ്റ്റ് ലീനിങ് പൊസിഷൻ കൃത്യമായിട്ടുണ്ട്. അപ്പം കോൺഗ്രസ് പലപ്പോഴും ഈ സെൻട്രിസ്റ്റ് പാർട്ടി ആയതുകൊണ്ട് പറ്റുന്നതാണ്. അതങ്ങനെ പറ്റൂ, ലോകത്ത് എല്ലാ സെൻട്രിസ്റ്റ് പാർട്ടികൾക്കും അങ്ങനെയാണ്. അതാണ് വിവരം. ബാക്കി കാര്യത്തെ കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ സ്വരം ഒന്ന് കേൾക്കാം നമുക്ക്. ബാക്കി കാര്യത്തെ കുറിച്ചൊക്കെ ഇതും ആളും അതിനെക്കുറിച്ച് അഭിപ്രായം പറയില്ല. അദ്ദേഹത്തിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. അതാണ് വിവരം. ബാക്കി കാര്യത്തെ കുറിച്ചൊക്കെ പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. അല്ലാതെ ഒരു തീരുമാനവും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിന്റെ അകത്ത് 2 അഭിപ്രായത്തിന്റെ പ്രശ്നമില്ല. സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കയറി വല്ലത് എഴുതിയെന്നും മറുപടി പറയേണ്ട ബാധ്യതയൊന്നും ഞങ്ങൾക്ക് ആർക്കില്ല. പാർട്ടിയുടെ നേതാക്കന്മാരും ആരും അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞില്ല. പാർട്ടി ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം എടുക്കും. അത് KPCC പ്രസിഡന്റ് നിങ്ങളെ അറിയിക്കും. സോഷ്യൽ മീഡിയ കാരണം കൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയും അടക്കം ഈ സോഷ്യൽ മീഡിയ ക്യാമ്പയിന്റെ ശക്തിയും ചൂടും അറിഞ്ഞവരാണ്. ഈ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നത് മനുഷ്യരാണല്ലോ, അല്ല സോഷ്യൽ മീഡിയയിൽ റോബോട്ട്സ് ഒന്നും ഇരുന്ന് എഴുതുന്നല്ലോ. VD സതീശൻജി അദ്ദേഹത്തിന്റെ കൂടുതൽ ലീനിങ് വരാതിരിക്കലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വരണ്ട എന്നുള്ളതാണ് സ്വരം. എന്നാൽ നമ്മുടെ അടൂർ പ്രകാശൻജിക്കും സണ്ണി ജോസഫ് സാറിനും ഒക്കെ വേണം എന്നുള്ളതാണ് സ്വരം.
അങ്ങനെ കോൺഗ്രസിൽ വലിയൊരു തർക്കം നടക്കുന്നുണ്ടെന്ന് കോൺഗ്രസ് രാഷ്ട്രീയവും കേരള രാഷ്ട്രീയത്തിന്റെയും ബാലപാഠങ്ങൾ അറിയുന്നവർക്കറിയാം. ഈ നേതാക്കൾ അങ്ങനെ ഇല്ലാന്ന് നിഷേധിക്കേണ്ട അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അതുകൊണ്ട് അവർ നിഷേധിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ, അതിന് തെറ്റൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു വരണം, സംശയമൊന്നുമില്ല. കാര്യം കേസ് പോലും ഇല്ല, പരാതി പോലും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് മാറി നിൽക്കുന്നത്? ശക്തമായി വരുമോ എന്ന് എനിക്കറിയില്ല. ഇനിയും അവസാന നിമിഷം വരാൻ എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ട് തന്റെ ഗുരുനാഥനും അല്ലെങ്കിൽ തന്നെ പണ്ട് മുതലേ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്ന വി ഡി സതീശൻജിയുടെ കൂടി അനുമതിക്ക് കാത്തുനിന്ന് രാഹുൽ മാറി നിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു വരണം, നിയമസഭയിൽ വരണം. അത് പാലക്കാട്ടെ ജനങ്ങളുടെ അവകാശം കൂടിയാണ്. ഇല്ലെങ്കിൽ പാലക്കാട് റെപ്രസെന്റഡ് ആകാതെ പോവും. പാലക്കാട്ടെ ജനങ്ങളോടുള്ള ആദരം വെച്ച്, പാലക്കാട്ടെയും കേരളത്തിലെയും ഗ്രൗണ്ട് സെന്റിമെന്റ്സ് വെച്ച് അതിശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ തിരിച്ചു വരണം. വരുമെന്ന് തന്നെയാണ് ഉത്തമ പ്രതീക്ഷയും ബോധ്യവും. ആ വരവിനായി 2 ദിവസം കൂടിയുണ്ട്. ആ വരവിനായിട്ടാണ് നമ്മുടെ കേരളം കാതോർക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തെങ്കിലും തെറ്റുണ്ട്, അതിഭീകരമായ തെളിവുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കറിയില്ല സത്യമാണോ. ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ കേസ് പോകണം, രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലിടണം. പക്ഷേ തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള തെളിവൊന്നും നമ്മൾ സാധാരണക്കാർ കണ്ടിട്ടില്ല. കോൺഗ്രസ്സുകാരിലെ പല നേതാക്കളും റിപ്പോർട്ടർ TV ഒക്കെ പറയുന്നത് സ്ഫോടകാത്മകമായ പല കാര്യങ്ങളും ഉണ്ടെന്നാണ്. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, എനിക്കറിയില്ല. എനിക്ക് അത്തരം കാര്യങ്ങൾ അറിയില്ല. അപ്പം എന്തായാലും തൽക്കാലം വെളിയിൽ കുറച്ച് നനഞ്ഞ പടക്കങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. അതിന്റെ പേരിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറി നിൽക്കണമെന്ന കാര്യത്തിൽ സംശയമാണ്. ശ്രീ സണ്ണി ജോസഫിന്റെ നിലപാട് ജയിക്കട്ടെ, ശ്രീ അടൂർ പ്രകാശിന്റെ നിലപാട് ജയിക്കട്ടെ, അല്ലെങ്കിൽ പരാതി പോലും ഇല്ലാതെ ഒരാളെ മാറ്റി നിർത്തേണ്ട നിലപാട് നമ്മുടെ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഇത് നമുക്കെല്ലാം കൂടെ വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ടാണ് ബോംബെയിൽ ഒരു പരിപാടിക്ക് പോയത്. അപ്പോഴാണ് ഈ വാർത്ത കണ്ടത്. അപ്പോഴാണ് വളരെ കാര്യമായിട്ട് ഇതിന്റെ ഇടയ്ക്ക് നിന്ന് ഒരു വീഡിയോ ചെയ്തത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി നിയമസഭയിലേക്ക് വരട്ടെ. എന്നിട്ട് നമുക്ക് നോക്കാം, അദ്ദേഹത്തിന് തെറ്റുണ്ടെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ തെറ്റില്ലെങ്കിൽ അദ്ദേഹം നിരപരാധിയായി പൂർണ്ണ ശക്തിയോടുകൂടി തിരിച്ചു വരണം. അതല്ലേ നമുക്ക് എടുക്കാൻ കഴിയുന്ന നിലപാട്.